ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 17.3 എന്ന പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഐഫോൺ ഡിവൈസുകളിലെല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് സപ്പോർട്ടീവായ ഐഫോൺ ഡിവൈസുകളിലെല്ലാം നിങ്ങൾക്ക് ഇത് ലഭിക്കും. ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെറ്റിംഗ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഐഫോണിൻ്റെ ഡാറ്റയെല്ലാം നമുക്ക് സേഫ് ആക്കി വയ്ക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരു ഫീച്ചർ കൂടി ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫീച്ചർ എന്നും ഇതുവരെ നിങ്ങൾ iOS 17.3 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഈ ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫീച്ചർ എന്നും ഇത് നമുക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ ഒരു ഫീച്ചറിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഐഫോൺ എല്ലാം ഇത് നമ്മുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും എടുത്തു കൊണ്ടുപോയതിനു ശേഷം അവർക്ക് നമ്മുടെ ചില ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിലേക്ക് അവർക്ക് ആക്സസ് നൽകാതിരിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയ ഒരു ലെയർ പ്രൊട്ടക്ഷനാണ് ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ iOS 17.3 അപ്ഡേറ്റ് ചെയ്തവർക്ക് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ കൂടി നിങ്ങളുടെ ഐഫോണിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ പുതിയൊരു ഫീച്ചർ വർക്കാകുന്നത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വീട് ഇവിടെയെല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ അഡീഷണൽ ലെയർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്നും മിസ്സായി ആരെങ്കിലും ഇത്തരത്തിൽ നിങ്ങളുടെ ഫോൺ എല്ലാം എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവർക്ക് അവരുടെ ലൊക്കേഷൻ ഇത് ഫെമിലിയർ അല്ലാത്തൊരു ലൊക്കേഷൻ എല്ലാം ആയിരിക്കും. അതിനാൽ തന്നെ അവിടെ വച്ച് നിങ്ങളുടെ ഫോണിലെ ചില സെൻസിറ്റീവായ ഇൻഫർമേഷനിലേക്കുള്ള ആക്സസ് എല്ലാം വേണമെങ്കിൽ അഡീഷണൽ ആയ കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് നൽകേണ്ടതായി വരും. അതായത് നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫർമേഷനായ ടച്ച് ID അല്ലെങ്കിൽ ഫേസ് ID ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി ഇതെല്ലാം കൊടുത്താൽ മാത്രമാണ് ആ ആക്സസ് എല്ലാം അവർക്ക് ലഭിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഫെമിലിയർ ആയ ലൊക്കേഷനിൽ നിന്നും മാറി മറ്റേതെങ്കിലും ഭാഗത്തെല്ലാം പോകുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യുക എന്നത് ഈ ഒരു കാര്യമില്ലാതെ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫേസ് ID അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ടച്ച് ID എല്ലാം യൂസ് ചെയ്താൽ മാത്രമാണ് അവർക്ക് പലവിധ ഇൻഫർമേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് കാണാനെല്ലാം കഴിയുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ സഫാരിയിൽ ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന പാസ്വേഡ്സ് അതുമല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ആക്സസ് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ഫെമിലിയർ അല്ലാത്ത ഒരു ലൊക്കേഷനിൽ നിന്നും നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് അതായത് ആരെങ്കിലും നിങ്ങളുടെ ഫോണെല്ലാം എടുത്തുകൊണ്ടുപോയി അവർ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഈ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം നൽകേണ്ടി വരും. അതായത് ഫേസ് ID അല്ലെങ്കിൽ നമ്മുടെ ടച്ച് ID എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഏതൊരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളും ഈ ഒരു കാര്യം നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി നിങ്ങളുടെ ഐഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സ് എന്നതിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് വന്ന് ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നിങ്ങളുടെ പാസ്കോഡ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഇനി ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് ലഭിക്കുക. ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ടേൺ ഓൺ പ്രൊട്ടക്ഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ആകും. അപ്പോൾ ഇപ്രകാരം നമുക്കിത് ടേൺ ഓൺ പ്രൊട്ടക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബാക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ്റെ കാര്യം എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ പോയതിനു ശേഷം ലൊക്കേഷൻ സർവീസസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം സർവീസസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെയായി സിഗ്നിഫിക്കൻ്റ്
സിഗ്നിഫിക്കൻ്റ് ലൊക്കേഷൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ലൊക്കേഷൻ ഓൺ ആയിരിക്കുന്നത് കാണാം. ഇത് ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ സമ്മറി 215 റെക്കോർഡ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫെമിലിയറായ നമ്മുടെ ഹോം, അതുപോലെ നമ്മുടെ വർക്ക് സ്പേസ്, അതുപോലെ നമ്മൾ സാധാരണയായി പോകുന്ന സ്പേസുകളെല്ലാം ഇതെല്ലാം ഇവിടെയാണ് റെക്കോർഡ് ആവുക. അതായത് സിഗ്നിഫിക്കൻ്റ് ലൊക്കേഷൻ എന്ന ഈ ഒരു ഭാഗത്താണ് ഇതെല്ലാം റെക്കോർഡ് ആകുന്നത്. അതിനാൽ തന്നെ ഇത് ടാപ്പ് ചെയ്ത് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇപ്രകാരം ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ അഡീഷണൽ ലെയർ പ്രൊട്ടക്ഷൻ എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ആരെങ്കിലും നിങ്ങളുടെ ഫോണെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയി അവർക്ക് നിങ്ങളുടെ പാസ്കോഡ് അറിയാമെങ്കിലും ഇത്തരത്തിൽ നിങ്ങളുടെ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പാസ്കോഡ് പലരും ക്യാമറ വച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിലെല്ലാം പോവുകയാണെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയിലെല്ലാം തന്നെ നിങ്ങളുടെ പാസ്കോഡ് എല്ലാം ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയെങ്കിലും നിങ്ങളുടെ സെൻസിറ്റീവായ ഇൻഫർമേഷൻ ഇത് അവർക്ക് അവരുടെ ലൊക്കേഷനിൽ വെച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്രകാരം ഇത് ആക്സസ് ചെയ്യുമ്പോൾ, അതായത് ഫെമിലിയർ അല്ലാത്ത ഒരു പ്ലേസിൽ വെച്ച് ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബയോമെട്രിക് ഇൻഫർമേഷൻ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായി വരും. അതായത് നമ്മുടെ ഫേസ് ID, അതുപോലെ നമ്മുടെ ടച്ച് ID എല്ലാം കൊടുത്താൽ മാത്രമാണ് ഇതിലേക്കുള്ള ആക്സസ് എല്ലാം ലഭിക്കുക. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ആക്സസ് എല്ലാം വേണമെങ്കിൽ, അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിലെല്ലാം ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം ഇതെല്ലാം കൊടുത്താൽ മാത്രമാണ് ഇതിന് സാധിക്കുക. അതുപോലെ നമ്മുടെ സഫാരിയിൽ ഏതെങ്കിലും പേയ്മെന്റ് എല്ലാം ഓട്ടോ ഫിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മറ്റു ഇൻഫർമേഷൻ എല്ലാം ഇതുപോലെ സേവ് ചെയ്തു വെച്ചത് ഇതെല്ലാം തന്നെ റിഫ്ലക്റ്റ് ആകണമെങ്കിലും ഇതുപോലെ ഈ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫോണിന്റെ ലോസ്റ്റ് മോഡ് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ഫൈൻഡ് മീ ഡിവൈസ് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം കൊണ്ടുവരണമെങ്കിലും ഇത്തരത്തിൽ ഈ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം നൽകണം. അതുപോലെ ഇറൈസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്, നമ്മുടെ ഈ ഫോണിലുള്ള കണ്ടന്റ് അതുപോലെ സെറ്റിംഗ്സ് എല്ലാം ഇറൈസ് ചെയ്യണമെങ്കിലും ഈ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇത് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതുപോലെ ബയോമെട്രിക് ഇൻഫർമേഷൻ ഇല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത മറ്റു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ന്യൂ ആപ്പിൾ കാർഡ്, അതുപോലെ വ്യൂ ആപ്പിൾ കാർഡ് വിർച്വൽ നമ്പർ, സം ആപ്പിൾ ക്യാഷ് ഓർ സേവിങ് ആക്ഷൻസ്, അതുപോലെ സെറ്റപ്പ് ന്യൂ ഡിവൈസ്, പുതിയൊരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ ഇൻഫർമേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ ഈ ഒരു ബയോമെട്രിക് ഇൻഫർമേഷൻ ഇത് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കാര്യമെല്ലാം സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ഐഫോണിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ ഇത് നമുക്ക് വർക്കാകുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഐഫോണിൽ iOS 17.3 എന്ന ഈ ഒരു അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫീച്ചർ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചതുപോലെ എനേബിൾ ചെയ്തു വയ്ക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. കാരണം പലരും ഈ ഫീച്ചർ എല്ലാം വന്നിരുന്നു എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇതൊന്നും തന്നെ ആക്ടിവേറ്റ് ചെയ്യാനോ അത് യൂസ് ചെയ്യാറോ ഇല്ല. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫോൺ എല്ലാം നഷ്ടമാകുന്ന സമയത്തെല്ലാമാണ് ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്താൽ നന്നായിരുന്നു എന്നെല്ലാം ചിന്തിക്കുക. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ ഇത് നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്തു വയ്ക്കുക. അപ്പോൾ പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്